ദ ജേർണലിസ്റ്റിലേക്ക് ഗസയിലെ കുഞ്ഞുങ്ങളുടെ ജീവനെടുത്ത് അമ്മാനമാടിയ പതിനായിരക്കണക്കിന് സ്ത്രീകളെയും കുഞ്ഞുങ്ങളെയും സാധാരണക്കാരെയും അതിനിഷ്ഠൂരമായി കൊന്നുതള്ളിയ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിന് ചെയ്തു കൂട്ടിയതിനുള്ള കനത്ത ശിക്ഷ അധികം വൈകാതെ ലഭിക്കുമെന്ന് കരുതേണ്ടി വരും. കാരണം അമേരിക്കയും ഇറാനും ഇപ്പോൾ ഒപ്പുവെച്ചിരിക്കുന്ന വെടിനിർത്തൽ കരാർ ആത്യന്തികമായി ഇസ്രായേലിന്റെ അടപ്പിളക്കുന്നതാണ്. നെതന്യാഹുവിന് അധികം വൈകാതെ അതിശക്തമായ പ്രഹരം ലഭിക്കാൻ ഉതകുന്നതാണ്. പലരും വിചാരിക്കുന്നുണ്ടാകും, ഇപ്പോൾ ഇറാൻ ഈ കരാറിൽ ഒപ്പുവെച്ചത് അമേരിക്കയും ഇസ്രായേലിനെയും ഭയന്നുകൊണ്ടല്ലേ, ഇസ്രായേലിന്റെ ആക്രമണങ്ങൾക്കൊടുവിൽ ഇറാൻ മുട്ടുകുത്തിയതല്ലേ എന്ന്. പലരും അങ്ങനെയുള്ള പ്രചാരണങ്ങൾ ഇവിടെ നടത്തുന്നുണ്ട്. അതായത് ഇസ്രായേലിനോട് മുട്ടാൻ നിന്ന് ഒടുവിൽ ഇസ്രായേലിന്റെയും അമേരിക്കയുടെയും താല്പര്യങ്ങൾക്ക് വഴങ്ങി ഇറാൻ ഈ കരാറിൽ ഒപ്പുവെച്ച് പേടിച്ച് പിന്മാറുകയാണ് എന്ന്. പക്ഷേ യാഥാർത്ഥ്യം എന്താണ് എന്ന് ബുദ്ധി കൊണ്ട് ചിന്തിച്ചാൽ നമുക്ക് മനസ്സിലാകും. ഇവിടെ കാര്യങ്ങൾ തീരുമാനിച്ചത് ഇറാനാണ്. ഇറാന്റെ പോരാട്ട വീര്യത്തിന് മുന്നിൽ അമേരിക്ക മുട്ടുകുത്തിയതാണ് നമ്മൾ ഈ കണ്ട വെടിനിർത്തൽ കരാർ. ഞാൻ അങ്ങനെ പറയാൻ നിരവധി കാരണങ്ങളുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം, അമേരിക്കയും ഇസ്രായേലും സംയുക്തമായി ഈ യുദ്ധത്തിന് ഇറങ്ങിത്തിരിക്കുമ്പോൾ അവരുടെ ആത്യന്തികമായ ആപ്തവാക്യം എന്ന് പറയുന്നത് ഇറാനിലെ ഭരണമാറ്റവും ഇറാനിലെ ഭരണം പിടിച്ചെടുക്കലും ഒപ്പം ഇറാനെ തങ്ങളുടെ നിയന്ത്രണത്തിലാക്കലുമൊക്കെ ആയിരുന്നു. അതോടൊപ്പം ഇറാന്റെ സമ്പൂർണ്ണ നിരായുധീകരണം, ഇറാനിലെ ജനങ്ങൾ അമേരിക്കയും ഇസ്രായേലും സംയുക്തമായി ഏൽപ്പിക്കുന്ന ഒരു ഭരണകൂടത്തിന് കീഴിൽ മുന്നോട്ട് പോകൽ, അതുപോലെ ഹോർമൂസ് കടലിടുക്ക് അമേരിക്കയുടെ വരുതിയിലാക്കിയിട്ട് ട്രംപിന്റെ പേര് ആ കടലിടുക്കിന് ഇടൽ, അങ്ങനെയുള്ള കുറെ സ്വപ്നങ്ങൾ പങ്കുവെച്ചുകൊണ്ടാണ് നെതന്യാഹുവും ട്രംപും ഈ യുദ്ധത്തിലേക്ക് ഇറങ്ങിയത്. പക്ഷേ ഇപ്പോൾ എന്താണ് സംഭവിച്ചത്? ഇസ്രായേലിന്റെയും അമേരിക്കയുടെയും സംയുക്തമായ സ്വപ്നങ്ങളൊന്നും തന്നെ ഇവിടെ നടപ്പായിട്ടില്ല. അതോടൊപ്പം ഇറാൻ പറഞ്ഞിടത്തൊപ്പുവെച്ച് എങ്ങനെയെങ്കിലും ഇവിടെ നിന്ന് രക്ഷപ്പെടുക എന്ന തന്ത്രമാണ് ട്രംപ് നടപ്പാക്കിയത്. കാരണം ഈ കരാർ വ്യവസ്ഥയിൽ എവിടെയും ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിൻ്റെ ഒരിടപെടലും ഉണ്ടായിട്ടില്ല. ഈ കരാറിനെ കുറിച്ച് നെതന്യാഹു ഇതുവരെ അത് തങ്ങളുടെ വിജയമാണ് എന്ന തരത്തിൽ ഒന്നും പറഞ്ഞിട്ടില്ല. നേരെ മറിച്ച് ഇസ്രായേലി കരാർ നടപ്പാകാൻ അനുവദിക്കാതിരിക്കാനുള്ള സർവ പണികളും ആരംഭിച്ചു കഴിഞ്ഞിരിക്കുന്നു. അത് കനത്ത പ്രഹരമാണ് ഈ കരാറിലൂടെ തങ്ങൾക്ക് കിട്ടാൻ പോകുന്നത് എന്ന തിരിച്ചറിവിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു മുഴം മുമ്പേ എറിയുന്ന ഏറാണ്. കാരണം ഈ കരാർ നടപ്പായാൽ, അതായത് 60 ദിവസത്തേക്കുള്ള വെടിനിർത്തൽ മേഖലയിൽ നടക്കുകയും ഇറാന് മുന്നോട്ട് പോകാനുള്ള 30,000 കോടി ഡോളറിലധികം പലയിടങ്ങളിൽ നിന്നായി സ്വരൂപിച്ച് നൽകപ്പെടുകയും ഹോർമൂസ് കടലെടുക്ക് സ്വതന്ത്രമാവുകയും അതിൻ്റെ ഭാഗമായി ഇറാന് മേലുള്ള ഉപരോധങ്ങൾ പരിപൂർണമായി അമേരിക്ക നീക്കുകയും ഇറാന് അന്താരാഷ്ട്ര വാണിജ്യ ഇടപെടൽ നടത്താനുള്ള അധികാരം ലഭിക്കുകയും ഒക്കെ ചെയ്താൽ പിന്നീട് അങ്ങോട്ട് ഇറാന്റെ തിരിച്ചുവരവിൻ്റെ സമയമാണ്. തിരിച്ചുവരവിൻ്റെ സമയം എന്ന് പറഞ്ഞാൽ ഇപ്പോഴത്തെ ഇറാൻ, അതായത് യുദ്ധം തുടങ്ങുന്നതിന് മുമ്പുള്ള ഇറാൻ എങ്ങനെയായിരുന്നു എന്നുള്ളതല്ല, മുമ്പ് പഴയ പേർഷ്യൻ ഗൾഫ് എന്ന രീതിയിൽ തിളങ്ങി നിന്നിരുന്ന ഇറാൻ, സാമ്പത്തികമായി ഒരു പ്രതിസന്ധിയുമില്ലാതെ പശ്ചിമേഷ്യയിലെ ഏറ്റവും ധനിക രാജ്യമെന്ന നിലയിൽ നിലനിന്നിരുന്ന ഇറാൻ എന്ന അവസ്ഥയിലേക്ക് അവർക്ക് തിരിച്ചെത്താൻ കുറച്ചധികം കാലം വേണമെങ്കിലും അതിൻ്റെ ഒരു തുടക്കം എന്ന നിലയിൽ സർവ്വ പ്രതിസന്ധികളും സർവ്വ ഉപരോധങ്ങളും അവസാനിക്കുന്ന ഇറാൻ അവരുടെ വാണിജ്യ പങ്കാളിയായി അമേരിക്കയും പശ്ചിമേഷ്യയിലെ ഗൾഫ് രാജ്യങ്ങളും, ശക്തമായ സാമ്പത്തിക സ്ഥിതിയുള്ള ഗൾഫ് രാജ്യങ്ങളും വരുന്നു. ഇവരെ സഹായിക്കാൻ ഒരുപാട് കമ്പനികൾ വരുന്നു. ഇറാനിലേക്ക് വിദേശ നിക്ഷേപം വരുന്നു. ഇറാനിൽ നിന്ന് അവരുടെ എണ്ണയുൾപ്പെടെയുള്ളവ നിർബാധം കയറ്റുമതി ചെയ്യപ്പെടുന്നു. വിദേശ വരുമാനം ഇറാനിലേക്ക് ഒഴുകിയെത്തുന്നു. ക്രിപ്റ്റോ കറൻസിയിലടക്കം ഇറാന് ട്രേഡ് ചെയ്യാനുള്ള സാഹചര്യം ഉണ്ടാകുന്നു. അങ്ങനെ അന്താരാഷ്ട്ര വിപണിയിൽ ഒരു നിർണായക സാന്നിധ്യമായി അധികം വൈകാതെ ഇറാന് വളരാൻ കഴിയും എന്നുള്ളതാണ് ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട വസ്തുത. അത് ഇസ്രായേലിനെ സംബന്ധിച്ച് ഒരിക്കലും അംഗീകരിക്കാൻ കഴിയുന്നതല്ല. കാരണം ഇസ്രായേലിൻ്റെ എല്ലാ കാലത്തെയും ആവശ്യമെന്ന് പറയുന്നത്, അല്ലെങ്കിൽ 100 ദിവസം മുമ്പ് ഈ യുദ്ധം 110 ദിവസം മുമ്പ് ഈ യുദ്ധം തുടങ്ങുന്നതിനുള്ള പ്രധാനപ്പെട്ട കാരണം, അല്ലെങ്കിൽ അതിൻ്റെ ആ സമയത്തുമുള്ള ഇസ്രായേലിൻ്റെ ആവശ്യമെന്ന് പറയുന്നത് ഇറാന്റെ സർവനാശമാണ്. അതായത് ഇറാനെ പരിപൂർണമായി സൈനികമായി തകർക്കുക, ഇറാനെ പൂർണ്ണമായും തങ്ങളുടെ നിയന്ത്രണത്തിൽ കൊണ്ടുവരിക, തങ്ങൾ പറയുന്നതല്ലാതെ ഇറാൻ ഒന്നും ചെയ്യാതിരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാക്കുക, ഇറാനെ പൂർണ്ണമായും ഇപ്പോഴത്തെ ഇസ്ലാമിക ഭരണത്തിന് കീഴിൽ നിന്ന് ഇറാനെ മാറ്റി നിർത്തിക്കൊണ്ട് തങ്ങളുടെ തന്നെ മറ്റൊരു ഭരണകൂടം ഇറാനെ നയിക്കുന്ന സാഹചര്യം ഉണ്ടാവുക. ഇതൊക്കെയായിരുന്നു ഇസ്രായേലിൻ്റെ ആവശ്യം. അങ്ങനെ വന്നാൽ മാത്രമേ തങ്ങളുടെ ഭയം അവസാനിക്കൂ, തങ്ങളുടെ ആശങ്ക ഒഴിയുകയുള്ളൂ എന്നായിരുന്നു ഇസ്രായേൽ കരുതിയിരുന്നത്. പക്ഷേ ഇവിടെ കാര്യങ്ങൾ മുഴുവൻ താളം തെറ്റുകയാണ്.
ഇസ്രായേലുമായി ചങ്ങാത്തം തുടർന്ന് ഇസ്രായേൽ പറയുന്നത് മുഴുവൻ അതുപോലെ നടപ്പാക്കാൻ ഇറങ്ങി തിരിച്ചാൽ അത് അതീവ ഗുരുതരമായ തിരിച്ചടിയായിരിക്കുമെന്ന് ട്രംപ് തിരിച്ചറിഞ്ഞിടത്താണ് ഇസ്രായേലുമായി അകന്നുകൊണ്ട് നെതന്യാഹുവുമായി കൂടിയാലോചനകൾ അവസാനിപ്പിച്ച് അമേരിക്ക ഗൾഫ് രാജ്യങ്ങളുമായി കൂടിയാലോചന നടത്തി സ്വന്തം ഇഷ്ടപ്രകാരം ഇറാനുമായി കരാറിലെത്തുന്നത്. അതിന് തൊട്ടു പിന്നാലെ ഇസ്രായേൽ ഇപ്പോൾ വലിയ ആക്രമണം ലെബനനിലേക്ക് നടത്തിയിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഏറ്റവും ഒടുവിൽ പുറത്തു വരുന്ന റിപ്പോർട്ട് അനുസരിച്ച് 4 പേർ ലെബനനിൽ ഇപ്പോൾ കൊല്ലപ്പെട്ടിരിക്കുന്നു. ഇസ്രായേൽ അവിടെ ആക്രമണം കടുപ്പിക്കുകയാണ്. അതായത് സമാധാന ശ്രമങ്ങൾ വിജയിക്കാൻ അനുവദിക്കില്ല എന്നുള്ളതാണ് നെതന്യാഹുവിൻ്റെ ഏറ്റവും പുതിയ നിലപാട്. ഒന്നുകൂടി തെളിയിച്ചു പറഞ്ഞാൽ ഈ കരാർ പരാജയപ്പെടുത്തുക, ഇറാനെ പരമാവധി പ്രകോപിപ്പിച്ചുകൊണ്ട് ഇറാനെ വീണ്ടും യുദ്ധക്കളത്തിൽ ഇറക്കിക്കൊണ്ട് വീണ്ടും എങ്ങനെയായിരുന്നു യുദ്ധ സാഹചര്യം അതുപോലുള്ള ഗുരുതരമായ ഒരു സാഹചര്യം പശ്ചിമേഷ്യയിൽ ഉണ്ടാക്കുക, അങ്ങനെ ആക്റ്റീവായി യുദ്ധം മുന്നോട്ട് കൊണ്ടുപോവുക, അതിലൂടെ ഈ കരാർ തകർക്കുക എന്നതും യുദ്ധം നിലനിർത്തിക്കൊണ്ട് തൻ്റെ പ്രോസിക്യൂഷൻ നടപടികളിൽ നിന്ന് രക്ഷപ്പെടുക എന്ന തന്ത്രവും നെതന്യാഹു ഇവിടെ പയറ്റുന്നുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വസ്തുത. ഇവിടെ ഇപ്പോൾ ഈ കരാർ തകരേണ്ടത്, പശ്ചിമേഷ്യയിലെ സമാധാനം ഒഴിയേണ്ടത് ഇസ്രായേലിൻ്റെ മാത്രം ആവശ്യമെന്ന നിലയിലേക്ക് ചുരുങ്ങിയിരിക്കുകയാണ്. അല്ലെങ്കിൽ ഇസ്രായേൽ പൂർണ്ണമായും ഒറ്റപ്പെടുന്ന സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ മാറിയിരിക്കുകയാണ്. ഈ കരാറ് ഇസ്രായേലിൻ്റെ നിലനിൽപ്പിന് തന്നെ ഭീഷണിയാണ് എന്നാണ് നെതന്യാഹു ഏറ്റവും ഒടുവിൽ പറഞ്ഞത്. നോക്കുക, പശ്ചിമേഷ്യയെ മുഴുവൻ സമാധാനത്തിലേക്ക് കൊണ്ടുപോകുന്ന ഇസ്രായേലിൻ്റെ നിർബന്ധത്തിന് വഴങ്ങി അമേരിക്ക ഇറങ്ങിത്തിരിച്ചതിലൂടെ ആരംഭിച്ച ഈ യുദ്ധം അവസാനിക്കുന്നത് പശ്ചിമേഷ്യക്ക് മുഴുവൻ സമാധാനം എന്ന നിലയിലേക്ക് മാറുമ്പോൾ ഇത് തങ്ങളുടെ നിലനിൽപ്പിന് അപകടകരമാണ് എന്നാണ് ഇസ്രായേൽ പറയുന്നത്. ഇറാന്റെ സൈനിക ശേഷി തകർക്കാനുള്ള അവസരമുണ്ടായിട്ടും ആ അവസരം വേണ്ട വിധത്തിൽ അമേരിക്ക വിനിയോഗിച്ചില്ല എന്നും ഈ വെടിനിർത്തലിലൂടെ ഇറാന് സൈനിക ശേഷിയും അവരുടെ മൊത്തം ശേഷിയും വർദ്ധിപ്പിക്കാനുള്ള സാഹചര്യം അമേരിക്ക ഒരുക്കി കൊടുക്കുകയാണ് എന്നും ഇസ്രായേൽ കുറ്റപ്പെടുത്തുകയാണ്. എന്ന് മാത്രമല്ല, മറ്റൊരു പ്രധാനപ്പെട്ട വസ്തുത, അവിടുത്തെ ഇസ്രായേലിൻ്റെ സുരക്ഷാ മന്ത്രിയായിട്ടുള്ള ഇറ്റാമർ ബെൻഗുരിൻ അയാൾ നടത്തിയിരിക്കുന്ന ഏറ്റവും ഒടുവിൽ നടത്തിയിരിക്കുന്ന പ്രസ്താവന നോക്കുക. അതിൻ്റെ മലയാളം തർജ്ജമ ഇങ്ങനെയാണ്: ഇസ്രായേലിന്റെ സുരക്ഷാ കാര്യങ്ങളിൽ ഇനി അമേരിക്ക ഇടപെടരുത്. ഇറാനുമായി സമാധാന കരാർ ഉണ്ടാക്കി എന്നതുകൊണ്ട് സിറിയ, ഗസ, ലബനാൻ എന്നീ പ്രദേശങ്ങളിലെ സൈനിക നടപടികളിൽ നിന്ന് ഇസ്രായേൽ പിന്മാറുകയില്ല. ട്രംപിന്റെ കരാറിൽ ഇസ്രായേൽ പങ്കാളിയല്ല. അതുകൊണ്ട് തന്നെ ഇസ്രായേലിന് അവരുടെ ആഭ്യന്തര സുരക്ഷ മുൻനിർത്തിക്കൊണ്ട് മറ്റിടങ്ങളിലെ യുദ്ധവുമായി മുന്നോട്ട് പോകാൻ കഴിയും. അതൊന്നും ഈ കരാറിന്റെ ഭാഗമല്ല എന്നാണ് അവിടുത്തെ ദേശീയ സുരക്ഷാ മന്ത്രി പറഞ്ഞിരിക്കുന്നത്. അതിൻ്റെ അർത്ഥം ഇറാൻ ഈ കരാറിന്റെ ഭാഗമാക്കണമെന്ന് ആദ്യം തന്നെ, ഈ കരാറിന്റെ ഏറ്റവും ആദ്യം പറയുന്ന കാര്യം ലെബനാനിലേക്കുള്ള ആക്രമണങ്ങൾ അവസാനിപ്പിക്കും ഇസ്രായേൽ എന്നായിരുന്നു. ആ കാര്യത്തെ ആദ്യമേ തന്നെ നടക്കില്ല എന്ന് പറഞ്ഞ് തിരിച്ചടിച്ചിരിക്കുകയാണ് ഇസ്രായേൽ. അതിൻ്റെ അർത്ഥം ഇസ്രായേൽ ഇനി ആക്രമണം കടുപ്പിക്കും. അത് ഇറാന് വലിയ പ്രകോപനമാകും. ഒരു യുദ്ധത്തിലേക്ക്, വീണ്ടും ഇറാനും ഇസ്രായേലും തമ്മിലുള്ള ഒരു യുദ്ധത്തിലേക്ക് പശ്ചിമേഷ്യയിൽ കാര്യങ്ങൾ നീങ്ങാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെ വന്നാൽ വീണ്ടും ഇറാൻ യുദ്ധക്കളത്തിൽ ഇറങ്ങിയാൽ ഈ വെടിനിർത്തൽ കരാർ എന്ന് പറയുന്നത് തന്നെ അപ്രസക്തമാകും. അതോടുകൂടി വീണ്ടും സജീവമായ യുദ്ധ സാഹചര്യം ഉണ്ടാകുമെന്നുള്ളതായിരിക്കും ഇസ്രായേലിന്റെ കണക്കുകൂട്ടൽ. എന്തായാലും ദേശീയ സുരക്ഷാ മന്ത്രി ഇറ്റാമർ ബെൻഗുരിൻ പറയുന്ന മറ്റു ചില കാര്യങ്ങൾ വളരെ പ്രസക്തമാണ്. അന്താരാഷ്ട്ര സമ്മർദ്ദങ്ങൾക്ക് ഞങ്ങൾ വഴങ്ങിയ ഓരോ തവണയും പലിശയടക്കം ഞങ്ങൾക്ക് രക്തം ചിന്തേണ്ടി വന്നിട്ടുണ്ട്. ഇസ്രായേലിലെ പൗരന്മാരോടും IDF സൈനികരോടും യഹൂദ ജനതയോടും മാത്രമാണ് ഞങ്ങളുടെ കടമ. അതായത് പശ്ചിമേഷ്യയോടോ ഗൾഫ് രാജ്യങ്ങളോടോ ഇവിടുത്തെ ജനങ്ങളോടോ പശ്ചിമേഷ്യയിലെ ജനങ്ങളോടോ ഒന്നും ഞങ്ങൾക്കൊരു ഉത്തരവാദിത്വവുമില്ല. ഞങ്ങൾക്ക് യഹൂദരുടെ സുരക്ഷ മാത്രമാണ് ഏറ്റവും വലുത്. ഞങ്ങളുടെ IDF സൈനികർ, ഇസ്രായേലിലെ പൗരന്മാർ, യഹൂദർ, ഇവർ മാത്രം ഇവിടെ മതി. ഇവരോട് മാത്രമാണ് ഞങ്ങൾക്ക് കമ്മിറ്റ്മെന്റ് ഉള്ളൂ. ബാക്കി ഞങ്ങൾ എന്ത് ചെയ്തിട്ട് ബാക്കി ആർക്ക് എന്ത് സംഭവിച്ചാലും അതൊന്നും ഞങ്ങളുടെ വിഷയമല്ല എന്ന മട്ടിലേക്കാണ് വളരെ തീക്ഷ്ണമായ പ്രതികരണം ഇസ്രായേലിന്റെ ഭാഗത്തു നിന്നുണ്ടായിരിക്കുന്നത്. യഹൂദർക്ക് സുരക്ഷ നൽകുക എന്നതാണ് ഞങ്ങളുടെ കർത്തവ്യം. ഇസ്രായേൽ ഒരു ബനാന റിപ്പബ്ലിക് അല്ല. അതുകൊണ്ട് തന്നെ ഞങ്ങളുടെ ഇഷ്ടത്തിന് കാര്യങ്ങൾ ചെയ്യും എന്ന് ഇസ്രായേൽ പറയുമ്പോൾ തീർച്ചയായിട്ടും ട്രംപ് ഇപ്പോൾ മുന്നോട്ട് വെച്ചിരിക്കുന്ന ഉപാധികൾ മറ്റെല്ലാ രാജ്യങ്ങളും അംഗീകരിച്ചാലും ഇറാനും അമേരിക്കയും കൈകൊടുത്ത് പശ്ചിമേഷ്യയിൽ മൊത്തത്തിലൊരു പുരോഗതിക്കുള്ള സാധ്യത തെളിഞ്ഞാലും അതെല്ലാം തച്ചുടയ്ക്കാൻ ഇസ്രായേൽ റെഡിയായിട്ട് നിൽപ്പുണ്ട് എന്ന് തന്നെ വേണം കരുതാൻ. അത് ഇസ്രായേലിന് വലിയ നാശനഷ്ടങ്ങളിലേക്ക് പോകുന്നതിന് കാരണമാകാനുള്ള സാധ്യത വളരെയേറെയാണ്. എന്തായാലും ഇപ്പോൾ അമേരിക്ക ഇറാന് വളരാനും അവിടുത്തെ പ്രശ്നങ്ങൾ പരിഹരിക്കാനുമുള്ള
$30,000 കോടി രൂപ നൽകും എന്ന് വാർത്തകൾ വന്നിരിക്കുന്നു. അതുപോലെ തന്നെ ഇറാന് അമേരിക്ക എണ്ണ വിൽക്കാൻ പോകുന്നു, അമേരിക്കൻ കമ്പനികൾ അവിടെ ഇൻവെസ്റ്റ് ചെയ്യാൻ പോകുന്നു എന്നെല്ലാമുള്ള വാർത്തകൾ വരുമ്പോൾ മൊത്തത്തിലൊരു സമാധാനത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങുകയാണ്. അമേരിക്കയ്ക്ക് കൈകൊടുത്തതിനെതിരെ ഇറാനിൽ വലിയ പ്രതിഷേധങ്ങളൊക്കെ നടക്കുന്നുണ്ടെങ്കിലും അമേരിക്ക യുദ്ധത്തിന് ഇറങ്ങിയത് ഇസ്രായേലിൻ്റെ നിർബന്ധത്തിന് വഴങ്ങിയാണ്. ആ തെറ്റവർ തിരുത്തിയിരിക്കുന്നു എന്നുള്ളിടത്ത് കാര്യങ്ങൾ പരിഹരിക്കാൻ കഴിയും എന്ന ചിന്തയിലാണ് ഇറാന്റെ ഭരണകൂടമുള്ളത്. ആ രീതിക്കാണ് അവർ മുന്നോട്ട് പോകുന്നത്. എന്തായാലും ട്രംപിനെ സംബന്ധിച്ച് ഒരു വലിയ യുദ്ധം താൻ ഇടപെട്ട് അവസാനിപ്പിച്ചിരിക്കുന്നു. അതുകൊണ്ട് തന്നെ ഒരു വലിയ ഡീൽ മേക്കർ എന്ന നിലയിലേക്ക് താൻ മാറിയിരിക്കുന്നു എന്ന നിലയിൽ ട്രംപ് തെരഞ്ഞെടുപ്പിന് മുമ്പ് ട്രംപിന് പ്രതിച്ഛായ വർദ്ധിപ്പിക്കാനുള്ള നീക്കത്തിലാണ്. അതുകൊണ്ട് തന്നെ ഇനി ഇസ്രായേൽ യുദ്ധം ചെയ്യണം, യുദ്ധത്തിലേക്ക് ഇറങ്ങണമെന്ന് പറഞ്ഞാൽ അമേരിക്ക അതിന് തയ്യാറാകുന്ന ഒരു സാഹചര്യവുമില്ല. അതുകൊണ്ട് തന്നെ ഇനി അങ്ങോട്ട് ഇസ്രായേൽ ഒറ്റപ്പെടുന്ന ഒരു സാഹചര്യമാണ്. ആ ഒറ്റപ്പെടലിനെ അതിജീവിക്കാൻ വേണ്ടി, അല്ലെങ്കിൽ തങ്ങൾക്ക് വിജയിക്കാൻ വേണ്ടി, തങ്ങളുടെ ഭാഗം ലോകത്തെ അറിയിക്കുന്നതിന് വേണ്ടി കടുത്ത ആക്രമണങ്ങളിലേക്ക് ഇസ്രായേൽ ലെബനനിലേക്ക് കടന്നിരിക്കുന്നു. അത് ഏത് നിലയിൽ കാര്യങ്ങളെ ബാധിക്കുമെന്നുള്ളത് കണ്ടു തന്നെ അറിയണം. എന്തായാലും കട്ടക്കലിപ്പിലാണ് നെതന്യാഹു. ഒറ്റപ്പെട്ടിരിക്കുകയാണ്, അമേരിക്കയുടെ പിന്തുണ നഷ്ടപ്പെട്ടിരിക്കുകയാണ്. ഒപ്പം ഇറാൻ ഒരു വലിയ ശക്തിയായി വളർന്നു വരുന്നത് ഇസ്രായേലിന് ഇന്നും വലിയ ഭീഷണിയായിരിക്കും. ആ ഭീഷണിയിൽ, ആ ഭയത്തിൽ എന്തു ചെയ്യും എന്നുള്ളതാണ്, ഇസ്രായേലിന് എന്തു ചെയ്യും എന്നുള്ളതാണ് കാത്തിരുന്ന് കാണേണ്ടത്.